നല്ല തലവേദന. ഇതൊന്നുമല്ല, ഇത് സൈനസൈറ്റിസ് ആണ്. അതായത് എൻ്റെ മുഖത്തും നെറ്റിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നേ. പിന്നെ മൂക്കടപ്പും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ആവി പിടിച്ചു, ഉപ്പിട്ട് വെള്ളം വെച്ചിട്ട് ആവി പിടിച്ചു. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒരു തുണി മുക്കി പിഴിഞ്ഞ് ഇവിടെയൊക്കെ ചൂട് കൊടുത്തു. അതിനുശേഷം കുറച്ച് കഫം പുറത്ത് വന്നു. ഇപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ ഫേസിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് നമുക്ക് എയർ നിറഞ്ഞു നിൽക്കുന്ന, വായു നിറഞ്ഞു നിൽക്കുന്ന അറകളുണ്ട്. അതാണ് സൈനസ്. ഈ സൈനസിന് വരുന്ന നീർക്കെട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് സൈനസൈറ്റിസ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ സൈനസിൻ്റെ ഭിത്തികൾക്ക് ഇങ്ങനെ കഫം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡസ്റ്റൊക്കെ നമ്മുടെ മൂക്കിൽ ശ്വാസം വഴി ഉള്ളിൽ കയറുമ്പോൾ ഈ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് ഈ കഫം വഴി വരും. പക്ഷേ ചില സമയത്ത് നമുക്ക് റിക്കറൻ്റായിട്ട് അലർജി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് റിക്കറൻ്റായിട്ട് പനി അല്ലെങ്കിൽ കോൾഡൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഈ ഒരു കഫത്തിൻ്റെ നേച്ചർ ഒന്ന് മാറി കുറച്ച് തിക്കായിട്ട് വരികയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പുറത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് ഉള്ളിൽ നിൽക്കുമ്പോൾ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ ഈ ഒരു സൈനസിന് നീർക്കെട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തലവേദന ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ മൂക്കടപ്പും, പിന്നെ നമുക്ക് നല്ല ക്ഷീണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുനിഞ്ഞൊരു സാധനം എടുക്കാനൊക്കെ നമ്മൾ തലയൊക്കെ ഒന്ന് കുനിക്കുമ്പോഴത്തേക്കിനും നല്ല വിങ്ങൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കൊരു ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യാനായിട്ട്, തലയുടെ ഭാരം കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ സൗണ്ടിന് നല്ല ബാസൊക്കെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടാണ്. അപ്പോൾ എന്താ പറ്റുക, നമുക്ക് ഈ സൈനസൈറ്റിസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് ഒച്ച മാറും. അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്കും ഫേസിനും ഒക്കെ ഒരു വെയിറ്റ് പോലെ തോന്നും. ചിലപ്പോൾ നമുക്ക് പല്ലുവേദനയാണോ മോണവേദനയാണോ എന്നൊക്കെ തോന്നും ഇത് വരുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു ഡിസ്ചാർജ്, ഈ ഒരു കഫം പുറത്തോട്ട് വരുന്ന ദ്വാരം അടയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഈ ഒരു സൈനസൈറ്റിസ് വരാം. അതായത് പോളിപ്പ് എന്നൊക്കെ പറയും, മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളരുക എന്ന് പറയില്ലേ, അതല്ലെങ്കിൽ നമുക്ക് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന കണ്ടീഷനിലൊക്കെ നമുക്കിത് വരാം. അതിപ്പോൾ കുറേ കാരണങ്ങൾ കൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ. അതായത് ചിലപ്പം നമുക്ക് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, ഡസ്റ്റൊക്കെ അലർജി ഉള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൊതുവെ നല്ല ഡസ്റ്റുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ, പൊടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു മാസ്ക് ധരിക്കും. അതല്ലാതെ തന്നെ നമുക്ക് തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ എണ്ണ കഴുകി കളയാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് സൈനസൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല വെയിലത്ത് നിന്നൊക്കെ വന്നിട്ട് വിയർപ്പോടെ തന്നെ കുളിച്ചാലും ഒക്കെ നമുക്ക് ഈ ഒരു തലവേദന ഉണ്ടാവാം. നമ്മൾ ഈ തലവേദന ഉള്ളപ്പോൾ കൂടുതലായിട്ട് AC യൂസ് ചെയ്യുന്നതും ഫാനിൻ്റെ അടിയിലൊക്കെ കൂടുതലിരിക്കുന്നതും ഒക്കെ ഈ തലവേദന കൂട്ടാനായിട്ടുള്ള ഒരു കാരണമാകാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആവി പിടിക്കുകയും ചെറുതായിട്ട് ചൂട്, ഇവിടെ നമുക്ക് പറ്റുന്ന ചൂട് കേട്ടോ, ഇവിടെയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഫം കുറച്ച് ലൂസാവും. അപ്പോൾ അത് പെട്ടെന്ന് ഇറങ്ങിപ്പോരും. അതേപോലെ തന്നെ വെള്ളം നിറച്ച് ധാരാളമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ തിക്നെസ്, ഈ ഒരു കഫത്തിൻ്റെ കട്ടി കുറഞ്ഞിട്ട് കുറച്ച് ലൂസാവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാറിയില്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. പിന്നെ റിക്കറൻ്റായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളൊന്നും എപ്പോഴും ഒന്നും ഒഴിവാക്കാനൊന്നും പറ്റുന്നതല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്.